അനീഷിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോകാം. അനീഷ്, ഈ ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളൊക്കെ ഈ ബെയിലി പാലം കടന്ന് അങ്ങോട്ടേക്ക് പോയി തുടങ്ങിയിട്ടുണ്ടോ? എത്രത്തോളം വാഹനങ്ങൾ അങ്ങോട്ടേക്ക് കടന്നു പോകുന്നുണ്ട്? നിലവിലൊരു ആംബുലൻസ് ആണ് മറുവശത്തേക്ക് കടത്തിവിട്ടിരിക്കുന്നത്. ഒപ്പം ഈ സന്നദ്ധ പ്രവർത്തനത്തിന് ആവശ്യമുള്ള അല്ലെങ്കിൽ ആളുകളെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമുള്ള സാമഗ്രികൾ പലതും കടത്തിവിട്ടിരിക്കുന്നു. ഭക്ഷണ സാമഗ്രികളടക്കം റവന്യൂ വകുപ്പിന്റെ ജീപ്പുകൾ, സൈന്യത്തിന് ആവശ്യമായ സാങ്കേതിക ഉപകരണങ്ങളുമായുള്ള ജീപ്പുകൾ എന്നിവ പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ചൂരമലയിൽ തന്നെ പ്രവർത്തനത്തിലെത്തിയ സന്നദ്ധ സേനയിൽപ്പെട്ട ആളുകൾ ഈ ബെയിലിപ്പാലം മറികടന്ന ശേഷം അപ്പുറത്ത് പോയി അവിടെ പുഴ മറികടക്കുന്ന ദൃശ്യങ്ങളാണ്. പരസ്പരം കൈകൾ കോർത്ത് ആ പുഴ മറികടന്ന് അവർ മറുകരയിലേക്ക് പോകുന്നു. അവിടെ നിന്നും കാട്ടിലേക്കും തേയിലത്തോട്ടങ്ങളിലേക്കുമൊക്കെ പോകുന്ന, അതായത് സ്വന്തം ജീവന് പോലും ഭീഷണിയുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന ചെറിയ വെല്ലുവിളി പോലും മറികടന്ന് സ്വന്തം വീട്ടിലെ ആർക്കെങ്കിലും ഉറ്റവർക്കോ ഉടയവർക്കോ വന്ന ഒരു അപകടത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും, എത്ര നിസ്വാർത്ഥമായ ഒരു സേവന പ്രവർത്തനം ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ആ ദൂരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പുഴ മറികടക്കുന്ന ആളുകളെ നമുക്ക് കാണാം. അതിൽ ചെറുപ്പക്കാരുണ്ട്, മുതിർന്നവരുണ്ട്, മറ്റു എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ ചൂരൽമലയിലേക്ക് സന്നദ്ധ പ്രവർത്തനം നടത്താൻ ഈ ഏതെങ്കിലും ആളുകളെ തേയിലത്തോട്ടത്തിനുള്ളിൽ നിന്നും ജീവനോടെയോ അല്ലെങ്കിൽ അവരുടെ മൃതശരീരങ്ങളോ ഒക്കെ കണ്ടെടുക്കാൻ അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ഒരു തെരച്ചിലാണ് വരുന്നത്. നമുക്കറിയാം, വലിയ ഭീഷണി നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയാണ് പലപ്പോഴും ഇവിടെ അനുഭവപ്പെടുക. മഴ ഏതാണ്ട് ഉച്ച മുതൽ മഴ കനത്തു കഴിഞ്ഞാൽ ഈ പുഴയിലൂടെ പോലും യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഒപ്പം ഈ മൃതശരീരങ്ങൾ മറ്റും ഈ മണ്ണിനുള്ളിൽ അടിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധി ഭീഷണി വലിയ തോതിൽ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു. ഇത്തരം പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളും ഉള്ളപ്പോഴുമാണ് ഇതൊക്കെ ഉണ്ട് ഈ മണ്ണിൽ എന്നറിഞ്ഞിട്ട് തന്നെയാണ് ഈ ചെറുപ്പക്കാർ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നായി ചൂരമലയിലെ ജനങ്ങൾക്ക് ആശ്വാസം നൽകാനായി എത്തിയിരിക്കുന്നത്. കാട്ടിനുള്ളിൽ തെരച്ചിൽ നടത്തുന്നവർക്കപ്പുറം ഈ ഒരു കുലം പഴം ലഭിച്ചാൽ അതുമായി പോലും ഇവിടേക്ക് എത്തി ആളുകൾക്ക് ആശ്വാസം പകരാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. ഈ ചൂരമലയ്ക്ക് പുറത്ത്, വയനാടിന് പുറത്ത് ഓരോരോ കളക്ഷൻ സെന്ററുകളിൽ അല്ലെങ്കിൽ ഓരോരോ വീടുകൾ തോറും കയറി സാധന സാമഗ്രികൾ ശേഖരിച്ച് ചൂരമലയിലേക്ക് അയക്കാൻ നടക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ ഉള്ള ആളുകളുണ്ട്. അങ്ങനെ വീണ്ടും ഒരു ദുരന്ത മുഖത്ത് എങ്ങനെയാവണം ഒരു ജനത പ്രതികരിക്കേണ്ടത് എന്ന് എല്ലാം മറന്ന് ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറം രാഷ്ട്രീയപരമായ ഭിന്നതകൾക്കെല്ലാം അപ്പുറം ഒരു ജനത വീണ്ടും തെളിയിക്കുന്ന ദൃശ്യങ്ങൾ ഈ പുഴ കടന്ന് മറികടന്ന് വെള്ളത്തിലൂടെ പുറത്തേക്ക് വരുന്ന ദുരന്ത ഭൂമിയിലേക്ക് പോകുന്ന രക്ഷാപ്രവർത്തകരെ പോലെ തന്നെയാണ്. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് തങ്ങളെങ്ങനെ തങ്ങളുടെ നാടിന് കരുതലാവണം എന്ന് കാണിക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും കണ്ണു നനയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. അശ്വതി, തീർച്ചയായും ചൂരൽമലയിൽ നിന്നും കാണുന്ന കാഴ്ചകൾ നമുക്ക് ആത്മധൈര്യം തരുന്ന, മുന്നോട്ട് പോകാനുള്ള ശേഷി തരുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ചൂരൽമലയിലേക്ക് എത്തിയ സന്നദ്ധ പ്രവർത്തകർ പുഴ കടന്ന് മറുകരയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ്. ഒഴുക്ക് ഉണ്ട് എങ്കിൽ പോലും പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ആ പുഴ കടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് വല്ലാത്ത ആത്മവിശ്വാസം പകരുന്നു. ഇതാണ് കേരളം എന്ന് നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു. ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ഇത്തരം കാഴ്ചകളാണെങ്കിൽ മറുഭാഗത്ത് ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളുടെ കാര്യം കൂടി നമ്മൾ എടുത്തു പറയണം. 90 ക്യാമ്പുകളിലായി 9,000-ഓളം ആളുകൾ അവിടെയുണ്ട്. അവിടെ ക്യാമ്പുകളിൽ 900-ഓളം ആളുകൾ അവിടെ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കേണ്ടതുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളായ ഭക്ഷണവും വസ്ത്രവും മറ്റും അങ്ങോട്ടേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നുമായൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കാലാവസ്ഥ സംബന്ധിച്ച് കൂടി ചോദിക്കണം. മനീഷ്, ഇന്ന് രാവിലെയൊക്കെ വലിയ മഴ അവിടെ പെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ സാധാരണ മഴ എന്നതിനപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനം അത്രത്തോളം വേണ്ട ഒരിടത്ത്, നേരത്തെ അനുമോദൊക്കെ പറഞ്ഞതുപോലെ മണിക്കൂറുകൾ കഴിയുമ്പോൾ മണ്ണും മനുഷ്യനും ഏത് എന്ന് തിരിച്ചറിയാനാകാത്ത അവസ്ഥയിലേക്ക് ഒക്കെ എത്തുന്നതിന് മുൻപ് ശരീരഭാഗങ്ങളെങ്കിലും അവശേഷിക്കുന്ന ബന്ധുക്കൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള മഴയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുകയാണല്ലേ അനീഷ്?
കാലാവസ്ഥ എന്തായാലും അങ്ങേയറ്റം അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്. രാവിലെ തെളിഞ്ഞ മാനവും മഴ ഒഴിഞ്ഞ അന്തരീക്ഷവുമാണ്. രാവിലെ ചെറിയ മഴയുണ്ടായിരുന്നു, പക്ഷേ അത് ഒരു ആശങ്കയായി ഉയർന്നുവെങ്കിലും പിന്നീട് മഴയ്ക്കുള്ള സാഹചര്യം പൂർണ്ണമായി മാറുകയും ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയിൽ തന്നെ നിൽക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഉച്ചവരെയുള്ള സമയത്താണ് പല ദിവസങ്ങളിലും കാര്യമായ രക്ഷാപ്രവർത്തനം നടക്കുക. കാരണം ഉച്ചയാകുമ്പോൾ അല്ലെങ്കിൽ ഉച്ച തിരിയുമ്പോൾ കനത്ത മഴയാണ് പെയ്യുക. പുഴയിലെ ജലനിരപ്പ് ഉയരും. അതുമാത്രമല്ല അപകട ഭീഷണി ഉയർത്തുന്നത് ഈ ദുരിതബാധിത മേഖലകളിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ നടന്ന ഇടങ്ങളിൽ കൂറ്റൻ പാറക്കഷ്ണങ്ങളാണ് ഏത് നിമിഷവും താഴേക്ക് അടർന്നു വീഴുമെന്ന ഒരു പ്രതീതി ജനിപ്പിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു വലിയ കനത്ത മഴയുണ്ടാവുകയും വെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്താൽ ആ പാറക്കഷ്ണങ്ങൾ വീണ്ടും താഴേക്ക് പതിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മഴ കനക്കുമ്പോൾ ഈ രക്ഷാപ്രവർത്തകരോട് എല്ലാവരോടും താഴേക്ക് കാട്ടിൽ നിന്നും മടങ്ങാൻ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ നടന്ന ഇടങ്ങളിൽ നിന്നും മടങ്ങാനുള്ള നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർ നൽകുക. കാരണം രക്ഷാപ്രവർത്തനത്തിന് എത്തുന്ന ആളുകളുടെ ജീവനും ഭീഷണിയാവുന്ന തരത്തിലാണ്. നമുക്ക് പുഴയിൽ തന്നെ നോക്കിയാൽ കാണാം, 2-3 ആളുകളുടെ പൊക്കത്തിൽ ഉയരത്തിലാണ് ആ കൂറ്റൻ പാറക്കല്ലുകളുള്ളത്. ആ പാറക്കല്ലുകൾ വലിയ ഭീഷണി തന്നെയാണ് പലപ്പോഴും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഇപ്പോൾ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്. യന്ത്ര സംവിധാനങ്ങൾ, വാഹനങ്ങളൊക്കെ മറുകരയിലേക്ക് കടത്തിവിടാൻ കഴിയുന്നു. ആംബുലൻസ് മറുകരയിലേക്ക് കടത്തിവിടാൻ കഴിയുന്നു. സൈന്യത്തിന് ആവശ്യമുള്ള സാമഗ്രികൾ കടത്തിവിടാൻ കഴിയുന്നു. ഒപ്പം കയ്യിലുള്ള ചെറിയ ഉപകരണങ്ങളുമായി ഒരു വടിയെങ്കിൽ വടി, ഒരു കയറെങ്കിൽ കയർ, വെട്ടുകത്തിയെങ്കിൽ വെട്ടുകത്തി എന്നിവയ്ക്ക് ഒക്കെയായാണ് ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ഫലവത്തായ ഒരു തെരച്ചിൽ നടത്താൻ കഴിയുന്നതിനും ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വിഭിന്നമായി എല്ലാ ഇടങ്ങളിലും തെരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു ദിവസമാണ്. എന്തെങ്കിലും പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ അത് മറികടക്കാൻ പര്യാപ്തമായ യന്ത്ര സംവിധാനങ്ങൾ ഇന്ന് സേനയുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും മറ്റ് ആളുകളുടെയും ഒക്കെ ഭാഗങ്ങളിലുണ്ട്. കൂറ്റൻ വടങ്ങളൊക്കെ വഹിച്ചുകൊണ്ടുള്ള ജീപ്പുകളൊക്കെ മറുകരയിലേക്ക് പോകുന്നത് കാണാൻ കഴിയും. കാരണം ഈ വടങ്ങളും ഒരു ചെറു കയർ പോലും ചില സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് അങ്ങേയറ്റം അനായാസമായി ഇപ്പോഴും നമുക്ക് വീണ്ടും കാണാം പുഴ മറികടക്കാൻ ഉള്ള അടുത്ത ഒരു ബാച്ച് ആളുകളുടെ ശ്രമം. അവർ കൈകൾ കോർത്ത് കുറച്ചുകൂടി പുഴയിൽ ഒഴുക്കുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത്. അവർ പരസ്പരം കൈകൾ പിണഞ്ഞ് കോർത്ത് മറുകരയിലേക്ക് മാറാൻ ശ്രമിക്കുന്നത്. അപ്പുറത്തെ കരയിലെ എത്തി അവിടെ തെരച്ചിൽ നടത്താൻ പോകുന്ന കാഴ്ചകൾ നമുക്ക് വീണ്ടും കാണാൻ കഴിയും. അതൊരു വലിയ കാഴ്ചകൾ തന്നെയാണ്. കാരണം ഒന്നായി ഒരു ദുരന്തത്തെ മറികടക്കുന്ന ദൃശ്യങ്ങൾ, അത് വലിയ പോസിറ്റീവ് ആയി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ദൃശ്യങ്ങളുമാണ്. എന്തായാലും അത്തരത്തിൽ ആരൊക്കെ ഇവിടെ സുദേവനും സുദേവന്റെ ഭാര്യ, 2 മക്കള്, അമ്മ. 2 ആളെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 3 ആളെ കിട്ടാണ്ട്. ചേട്ടന് വേറെ ദൂരെ താമസിക്കുന്നു, വേറെ സ്ഥലത്ത് പോയി? ദൂരല്ല, ഞാനിവിടുന്ന് ഭാര്യ വീട്ടിലെ താമസം. മഴ ആയതുകൊണ്ട് ഭാര്യ വീട്ടിൽ പോയി നിന്നതാ. എന്റെ ഒരു സഹദേവൻ. നേരത്തെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇത് ഉണ്ടാവുന്ന മുന്നറിയിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ 2 വർഷം മുന്നല്ലേ അവിടെ പൊട്ടിയത്, അതിന്റെ ബാക്കി പൊട്ടിയതാണിത്. ഒരു മുന്നറിയിപ്പ് തന്നു ഇവിടുന്ന് ആൾക്കാരെ ഒഴിപ്പിച്ചിട്ട് ഇത്ര അപകടം ഉണ്ടാകാൻ സാധ്യതയില്ല, 100%. ഒരു അനൗൺസ്മെന്റ് എങ്കിലും ചെയ്താൽ മതി ഇവിടുന്ന് മാറണമെന്ന്. കാണാനുള്ള അധികൃതം പറഞ്ഞില്ല. ഇവിടുന്ന് വാർഡ് മെമ്പർ വന്നിട്ട് മേലുള്ള ആൾക്കാരെ മാറ്റി പള്ളി കൊണ്ടിരുന്നല്ലാണ്ട് ബാക്കിയുള്ള ആൾ മാറ്റിയില്ല. ഇവിടുന്ന് ആരും മാറ്റില്ല. ഒരൊറ്റ അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഇത്ര ആൾക്കാർ പോകൂല. കണ്ടിട്ടുള്ള ആരൊക്കെയാ കിട്ടുള്ള? ആരുടെ പേര് ആരൊക്കെ? എന്റെ അമ്മ, എന്റെ ഏട്ടൻ സുദേവൻ, ഷീബ, വിഷ്ണു. 2 ആളെ കിട്ടി. അമ്മനെയും ചെറിയവനും കിട്ടി, ബാക്കിയും കിട്ടാണ്ട്. ചെറിയമ്മനെ കിട്ടിയില്ല. സജി പറഞ്ഞ ഒരാളെ കിട്ടിയില്ല. പിന്നെ ചൂരുമല എന്റെ അമ്മായിന്റെ മക്കൾ 4 പേര്. ഞങ്ങൾ 14 പേര് പോയിട്ടുണ്ട് ഞങ്ങളെ കുടുംബത്തില്. ഈ ചായ പൂർണ്ണമായി നീക്കണം. എന്റെ ചേച്ചി ഇവിടുന്ന് വീണെന്ന് പറയുന്നുണ്ടായി. ആ സെക്കിനാത്ത പറഞ്ഞ ഒരു സ്ത്രീ അവിടുന്ന് ഓടുണ്ടായി. ആ വീട്ടുകാര് അതിൽ ഓടി രക്ഷപ്പെട്ടതാ ക്യാമ്പിൽ പോകുമ്പോ. എന്റെ ചേച്ചി അപ്പൊ ആ വീട്ടുകാര്, ആ മറ്റേ വീട്ടുകാരും 2 സന്തോഷ് പറഞ്ഞ ഒരാൾ അങ്ങനെ ഓടുമ്പോ എന്റെ ചേച്ചി ഇവിടെ വീണിക്കണ് ഫസ്റ്റത്തെ ഉരുൾപൊട്ടലില്. വീണിക്കണ്. അപ്പൊ എല്ലാ മക്കളും ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ചാല് പൂർണ്ണമായി മാറ്റണം, എടുത്തിട്ട മണ്ണ് പൂർണ്ണമായി മാറ്റണം, എന്നാലേ അറിയുള്ളൂ. ശീതമക്കുണ്ടാണ് അത് താഴെ ഉള്ളത്. അപ്പൊ ആ ചാല് പൂർണ്ണമായി മാറ്റണം സാറേ. ഈ ഡോക്യുമെന്റ് മൊത്തം എന്റെ ഏട്ടന്റെയാണ്. സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടല്ലേ? സർട്ടിഫിക്കറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അത് ആരുടെ കല്യാണ ആൽബം കേട്ടോ? അത് ഇതാണ് പ്രാർത്ഥന പറഞ്ഞു പോയി വരല്ലേ വേലെ.